കൊട്ടിയൂരിൽ മകം കലം വരവ് ചടങ്ങുകൾ പുരോഗമിക്കുന്നു. ഉച്ചയോടെ വാദ്യങ്ങളും ആനകളും അക്കരെ കൊട്ടിയൂരിൽ നിന്ന് പിൻവാങ്ങി. ഇന്ന് ഉച്ചശീവേലി തുടങ്ങും വരെ മാത്രമായിരുന്നു സ്ത്രീകൾക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശനം. ഭണ്ഡാരം എഴുന്നള്ളത്ത് അക്കരെ കൊട്ടിയൂരിലെത്തുന്ന വിശാഖം നാൾ മുതൽ ഉത്രാടം നാൾ വരെ ദേവന്മാരുടെ ഉത്സവവും, തിരുവോണം മുതൽ ആയില്യം വരെ മനുഷ്യരുടെ ഉത്സവവും, പിന്നീടുള്ള ദിവസങ്ങളിൽ ഭൂതകങ്ങളുടെയും ഉത്സവം. ഇതാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവ സങ്കല്പം. മകന്നാളിൽ ഉച്ചശീവേലിക്ക് ശ്രീ മഹേശ്വരന്റെ തിടമ്പേറ്റിയ ആനകൾ ദേവീദേവന്മാരെ നമസ്കരിക്കുന്നു. 3 തവണ തിരുവഞ്ചിറ വലം വച്ച ശേഷം ആനകൾക്ക് ഊരാളന്മാരും തന്ത്രിമാരും മറ്റ് സ്ഥാനികരും കഴകക്കാരും ഭക്തജനങ്ങളും ചോറും പഴവും ശർക്കരയും നൽകുന്നു. ശേഷം ആനകൾ പെരുമാളെ വണങ്ങി പടിഞ്ഞാറേ നടവഴി പിന്നോട്ട് നടന്ന ബാവലി കടക്കുന്നു. ആനകളും വിശേഷവാദ്യങ്ങളും മടങ്ങിയതിന് ഒപ്പം സ്ത്രീകളും ബാവലിപ്പുഴ കടന്നു. കൂത്തമ്പലത്തിലെ നങ്ങ്യാരമ്മയ്ക്കും ഒറ്റപ്പിലാൻ സ്ഥാനികന്റെ കയ്യാലയിലെ കുറിച്യ സ്ത്രീകൾക്കും ഇത് ബാധകമല്ല. രാത്രിയോടെ അക്കരെ കൊട്ടിയൂരിൽ കലംവരവിന്റെ നിമിഷങ്ങളാണ്. മുഴക്കുന്ന് നല്ലൂർ വയലും കരയിലെ നല്ലൂരാൻ സ്ഥാനികന്റെ നേതൃത്വത്തിലുള്ള സംഘം സന്ധ്യയോടെ മുച്ചിലക്കാട് എന്ന സ്ഥലത്തെത്തും. അവിടെ നിന്ന് പച്ചിലകൾ മാത്രം ധരിച്ച് ഭസ്മവും പൂശി ഇക്കരെ കൊട്ടിയൂരിലെത്തുന്ന സംഘം വലിയ ശബ്ദങ്ങൾ ഉണ്ടാക്കിയാണ് അക്കരെ കൊട്ടിയൂരിലേക്ക് പോകുന്നത്. മണിത്തറയിലെത്തി പ്രസാദം സ്വീകരിച്ച് കയ്യാലയിലേക്ക് തന്നെ മടങ്ങും. കലം എഴുന്നള്ളിച്ചു വരുന്നവർക്ക് ബ്രഹ്മാണസ്ഥാനികൻ പുറംതിരിഞ്ഞാണ് പ്രസാദം നൽകുക. നല്ലൂരാന്റെ നേതൃത്വത്തിലുള്ള സംഘം 156 കലങ്ങളാണ് എഴുന്നള്ളിച്ചു കൊണ്ടുവരിക. ഇതിൽ 142 കലങ്ങളാണ് പൂജയ്ക്കായി എടുക്കുന്നത്. കാലഭൈരവന്റെ ഭൂതഗണങ്ങളുടെ സാന്നിധ്യത്തിൽ ചെയ്യപ്പെടുന്നു എന്ന് വിശ്വസിക്കുന്ന കലപൂജ ഉത്സവത്തിലെ വളരെ പ്രാധാന്യമുള്ളതും നിഗൂഢവുമായ ചടങ്ങാണ്. മകം നാളിലെ കലം വരവോടെ നിഗൂഢ പൂജകൾക്ക് തുടക്കമാവുന്നു. കയ്യാലകളിൽ താമസിക്കുന്നവർ അവിടെ തന്നെ തുടരും. മറ്റെല്ലാവരും ഇക്കരയ്ക്ക് പോരും. നിഗൂഢമായതും അതുകൊണ്ട് തന്നെ അക്കാലങ്ങളിൽ അല്പം ഭയത്തോടെ കണ്ടിരുന്നതുമായ ചടങ്ങാണ് കലപൂജ. ആർക്കും പ്രവേശനം പാടില്ലാത്ത നിഗൂഢമായ രഹസ്യ പൂജകൾ. കൊട്ടിയൂരിൽ കലം വരവ് കഴിഞ്ഞാൽ പിന്നീടുള്ള പ്രധാന ചടങ്ങുകൾ അത്തം നാളിലെ വാളാട്ടവും കുടിപതികളുടെ തേങ്ങയേറുമാണ്. ചിത്തിര നാളിലെ തൃക്കലശാട്ടത്തോടെ വൈശാഖ മഹോത്സവത്തിന് സമാപനമാകും. കണ്ണൂർ വാർഡ്, കണ്ണൂർ.
ഫിസിയോതെറാപ്പിക്ക് ഏറ്റവും മികച്ച ചോയ്സ് ഇനി കണ്ണൂർ തന്നെ. അതിനൂതനമായ ഫിസിയോതെറാപ്പി ഉപകരണങ്ങളോടുകൂടി ഓർത്തോപീഡിക്സ്, ന്യൂറോളജി, സ്പോർട്സ് മെഡിസിൻ, പീഡിയാട്രിക്സ് കൂടാതെ റീഹാബിലിറ്റേഷൻ സേവനങ്ങളും. പരിചയസമ്പന്നരായ ഫിസിയോതെറാപ്പിസ്റ്റുകളുടെ സേവനങ്ങൾ, സ്ത്രീകൾക്കായി ഫീമെയിൽ തെറാപ്പിസ്റ്റുകളുടെ സൗകര്യം. ടച്ച് ആൻഡ് ഹിൽ ഫിസിയോതെറാപ്പി ക്ലിനിക്, മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ, പാമ്പൻ മാധവൻ റോഡ്, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 761 303.